ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്നത്തെ വീഡിയോ വായ്പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചും അവയുടെ കോസസിനെ കുറിച്ചും അതുപോലെ തന്നെ ആയുർവേദത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചും ഹോം റെമഡീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ മൗത്ത് അൾസേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആപ്തോസ് അൾസേഴ്സ് എന്ന് പറയുന്ന ടൈപ്പാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്. അതായത് നമുക്ക് വായുടെ ഉള്ളിൽ കാണുന്ന വെള്ള നിറത്തിലുള്ള വൃത്തത്തിലുള്ള വെള്ളപ്പാടുകളാണ് പ്രധാനമായിട്ടും. അതിൻ്റെ ചുറ്റും ചുവപ്പ് നിറത്തിലുള്ള ഒരു സർക്കിൾ കണക്ക് കാണാൻ സാധിക്കും. നമുക്ക് ചെറിയ ചെറിയ ഇതുപോലത്തുള്ള വെള്ളപ്പാടുകൾ വായുടെ ഉള്ളിലായിട്ട് കാണുന്നതിനെയാണ് കാങ്കർ സോസ് അല്ലെങ്കിൽ ആപ്തോസ് അൾസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സ് കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അതായത് മാനസിക പിരിമുറുക്കം കൊണ്ട്, അതുപോലെ തന്നെ വിറ്റാമിൻ ഡെഫിഷ്യൻസി ആയിട്ടുള്ള B12, ഫോളേറ്റ്, അയൺ, സിങ്ക് ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ടും സാധാരണയായിട്ട് ഇതുപോലെ ആപ്തോസ് അൾസേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ വ്യത്യാസം കൊണ്ടും ഇതുപോലെയുള്ള അൾസേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ആസിഡിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതായത് അധികം എരിവ്, പുളിവ്, അതുപോലെ തന്നെ അധികം ഉപ്പ് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ഇതുപോലുള്ള അൾസേഴ്സിൻ്റെ ഇറിറ്റേഷൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എരി, പുളി, ഉപ്പ് ഇതൊക്കെ കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കോഫി, കഫീൻ ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ, അതുപോലെ തന്നെ പീനട്ട്സ്, അതുപോലെ തന്നെ ആൽമണ്ട്സ് പോലുള്ള നട്ട്സുകൾ കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ്സ് കുറച്ച് മാനസിക പിരിമുറുക്കമുള്ളവരാണെങ്കിൽ അത് കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യോഗ പോലുള്ള എക്സസൈസുകളും മറ്റും ചെയ്യുക. അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ളവർ, അതായത് വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടും അതുപോലെ തന്നെ B12, അയണിൻ്റെ ഒക്കെ കുറവ് കൊണ്ടും ഇതുപോലത്തുള്ള ആപ്തോസ് അൾസേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് വളരെയധികം വേദന ഉള്ളതും അതുപോലെ തന്നെ നമുക്ക് കഴിക്കുമ്പോഴും വെള്ളം ഇറക്കുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അതൊക്കെ ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് വേണം നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട്. ഹാർഡ് ബ്രിസ്റ്റിൽസ് ഉള്ള ബ്രഷുകൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും ബ്രഷ് ചെയ്യാതിരിക്കുക. ഒരു ദിവസം എപ്പോഴും ബ്രഷ് ചെയ്യുന്നത് മൂലം നമ്മുടെ ഈ അൾസേഴ്സ് കൂടുതലാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ഉള്ള ബ്രഷസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഓറൽ ഹൈജീൻ കീപ്പ് ചെയ്യുക. അതായത് നമ്മൾ എപ്പോഴും വാ ശുദ്ധമായിട്ട് ഇരിക്കാൻ ചെറിയ ചൂടുവെള്ളത്തിൽ വാ കഴുകുക. അതുപോലെ തന്നെ വെള്ളം കൂടുതൽ കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിൽ, പ്രത്യേകിച്ച് ഇൻഫെക്ഷനൊക്കെ, ഫീവർ പോലുള്ള ഇൻഫെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിൽ സാധാരണ മൗത്ത് അൾസേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിൽ പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഓറൽ ത്രഷ് പോലത്തുള്ള ഇൻഫെക്ഷൻസാണ് കൂടുതൽ ഉള്ളത്. അതിൽ നമുക്ക് പഞ്ഞി പോലത്തെ വെള്ള നിറത്തിലുള്ള പാടുകൾ വായ്ക്കുള്ളിലായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വായുടെ സൈഡിലായിട്ട് പൊട്ടുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. ഇതിന് നമുക്ക് പ്രത്യേകിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻറ്റി ഫംഗലായിട്ടുള്ള ജെല്ലുകൾ അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മൗത്ത് വാഷുകൾ, അതുപോലെ തന്നെ നമുക്ക് സോൾട്ട് വാട്ടർ ഉപയോഗിച്ച് വാ കഴുകുന്നതും നല്ലതാണ്. അല്പം ഉപ്പ് ഇട്ട് വെള്ളം ഗാർഗിൾ ചെയ്യുന്നതും, അതുപോലെ തന്നെ നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളരെ അത്യാവശ്യമാണ്. ഇതുപോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന ടൈപ്പാണ്. അത് കുറച്ചും കൂടെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു മൗത്ത് അൾസറാണ്. അതിൽ നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ വായ്ക്കുള്ളിലെ നല്ല സെല്ലുകളെ നശിപ്പിച്ച് അതിന് ഇൻഫ്ലമേഷൻ വരുത്തുന്ന ഒരു കണ്ടീഷനാണ് ഇത് നമ്മൾ ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്നത്. ഇപ്പം മൗത്ത് അൾസർ എന്ന് പറയുന്നത് നിരന്തരമായി പുക വലിക്കുന്നവരിലും അതുപോലെ തന്നെ പുകയില ഉപയോഗിക്കുന്നവരിലും കണ്ടുവരുന്ന മൗത്ത് അൾസേഴ്സ് ആണ്. ഇത് നമ്മുടെ ബയോപ്സി ചെയ്ത് അത് ക്യാൻസറസ് ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കേണ്ടതാണ്. നമുക്ക് ആയുർവേദത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഹോം റെമഡീസിനെ കുറിച്ച് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇന്ദുപ്പിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ ഇന്ദുപ്പിട്ട് വായിൽ കൊണ്ട് നിർത്തുന്നത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ കരിങ്ങാലിയുടെ ഉപയോഗം, അതല്ല കതിര എന്ന് ആയുർവേദത്തിൽ പറയുന്ന കരിങ്ങാലിയുടെ വെള്ളത്തിൻ്റെ ഉപയോഗം. ഇത് നമുക്ക് 1 സ്പൂൺ കരിങ്ങാലി പൗഡർ എടുത്തതിന് ശേഷം നമുക്ക്
4 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് അത് തിളപ്പിച്ചതിന് ശേഷം 2 ഗ്ലാസ്സാക്കി വറ്റിച്ച് ഇത് വായിൽ കൊണ്ട് നിർത്തുന്നത് വളരെ ഫലപ്രദമാണ്. ഇതുപോലുള്ള ഇത് കഷായ രസമുള്ളതുകൊണ്ട് തന്നെ ഇത് ഹീലിംഗ് പ്രോപ്പർട്ടിയുള്ള ഒരു ഔഷധമാണ് കരിങ്ങാലി. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഔഷധം എന്ന് പറയുന്നത് ത്രിബലയാണ്. ത്രിബല ഇട്ട് 1 ടീസ്പൂൺ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് വായിക്കൊണ്ട് നിർത്തുന്നത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഈ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും ഇതുപോലെ ഫലപ്രദമായിട്ടുള്ള ഒരു ആയുർവേദ മെഡിസിനാണ്. ഇതിൻ്റെ പൊടി 1 ടീസ്പൂൺ എടുത്തതിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് വായിക്കൊണ്ട് നിർത്താവുന്നതാണ്. ഇതും നമുക്ക് വായ്പുണ്ണ് പോലുള്ള കണ്ടീഷൻസ് മാറിക്കിട്ടാൻ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഹോം റെമഡീസാണ്. നമ്മൾ അടുത്ത ഡയറ്റ് പ്ലാനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ആഹാരക്രമത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് ആയിട്ടുള്ള വിറ്റാമിൻ B12, അയൺ, സിങ്ക് ഇതുപോലുള്ള ഡെഫിഷ്യൻസീസ് മാറ്റാൻ സഹായിക്കുന്ന ആഹാര രീതികൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഡേറ്റ്സ്, അതുപോലത്തുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ അയൺ കൂടുതൽ കിട്ടുന്ന ഡേറ്റ്സ് ആയാലും, അതുപോലെ തന്നെ ബ്ലാക്ക് റൈസിൻസ്, അതായത് കറുത്ത മുന്തിരിങ്ങ ജ്യൂസ് അടിച്ച് കുടിക്കുക. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നെല്ലിക്ക ജ്യൂസ് കുടിക്കാം. അതുപോലെ തന്നെ നമ്മൾ മറ്റ് കഫെയിൻ പോലുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. ചോക്ലേറ്റ്, അതുപോലെ തന്നെ ആൽക്കഹോള്, സ്മോക്കിങ് ഇതുപോലെയുള്ള ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ബീട്രൂട്ട്, ബ്രോക്കോളി പോലുള്ള വെജിറ്റബിൾസ് കഴിക്കുക. ഇതൊക്കെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. മൗത്ത് അൾസറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പനി, അതുപോലെ തന്നെ ഈ മൗത്ത് അൾസർ 3 ആഴ്ചയിൽ കൂടുതലായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ഇത് വളരെ വലുതായിട്ടുള്ള ഒരു മൗത്ത് അൾസർ ആണെങ്കിൽ നമ്മൾ ഇത് വീണ്ടും വീണ്ടും റെക്കറൻ്റ് ആയിട്ട് വരുന്ന ഒരു മൗത്ത് അൾസർ ആണെങ്കിൽ നമ്മളത് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ നോക്കേണ്ടതാണ്. അത് ക്യാൻസറസ് ആയിട്ടുള്ള ഇതാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.